ദൈവത്തിന് മഹത്വം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ലോകത്തിൽ ആത്മീയമായ ഉത്സാഹം നഷ്ടപ്പെട്ട അനവധി പേരെ കാണാം. ഞാനിവിടെ സംസാരിക്കുന്നത് ചർച്ചിൽ പോകുന്നവരെക്കുറിച്ചും ദൈവവചനം വായിക്കുന്നവരെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ചർച്ചിൽ പോകുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും ആരാധനക്കൂട്ടങ്ങളിൽ പങ്കുചേരുന്നവരുടെ ഇടയിൽ ഉത്സാഹം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് ആ കത്തി ഇരുന്ന ആ തീഷ്ണത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ലൂക്കോസ് 24:32 നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ തിരുവചനത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വേദഭാഗം ഒന്ന് വായിക്കാം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കുക, എമ്മോസിലേക്ക് പോയിരിക്കുന്ന ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോകുന്നത് യെരുശലേമിൽ നിന്നാണ്. അവർ എമ്മോസിലേക്ക് പോകുന്നത് കാരണം നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശുവിൻ്റെ അടക്കത്തെക്കുറിച്ചുമൊക്കെ ആ സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും മനസ്സിലായി എന്നുള്ളതാണ്. അങ്ങനെ യേശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ എമ്മോസിലേക്കുള്ള പോകുന്ന വഴിയിൽ യേശു അവരോടുകൂടെ നടന്നു കഴിയുമ്പോൾ യേശുവിനോടുള്ള സംഭാഷണത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, യേശുവിനെ കുറിച്ച് അവർ പറയുന്നത്, അവൻ ശക്തിയുള്ളൊരു പ്രവാചകനായിരുന്നു, വചനത്തിലും അതേപോലെ തന്നെ അവൻ്റെ പ്രവൃത്തിയിലും ശക്തിയുള്ളൊരു പ്രവാചകനായിരുന്നു. എന്നാൽ അവരവനെ ക്രൂശീകരിച്ചു എന്നുള്ള കോൺവെർസേഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ അടക്കവും ഒക്കെ വളരെ നിരാശയിലേക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരെ തള്ളിവിട്ടു എന്നുള്ളതാണ്. യെരുശലേമിലാണ് ഇവർ പാർക്കേണ്ടത്, എന്നാൽ ഇപ്പോഴവർ എമ്മോസിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് യേശുവിൻ്റെ ഉയർപ്പിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷവും ഒക്കെ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വരുവോളം അവർ നഗരത്തിൽ കാത്തിരിക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ യെരുശലേമിൽ തുടരേണ്ടവരാണ്. എന്നാൽ നിരാശപ്പെട്ട് അവരുടെ ഉള്ളത്തിലുള്ള ആ ആത്മീയ തീഷ്ണതയും ജീവിതത്തിൽ നിരാശയും അതേപോലെ തന്നെ വേദനയൊക്കെ കടന്നു വന്നിട്ട് അവരവരുടെ ജോലി അവസാനിപ്പിച്ച് അവർ എമ്മോസിലേക്ക് പോവുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിനോട് കൂടെ പാർത്തവർ, യെരുശലേമിൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾക്കായിട്ട് കാത്തിരിക്കേണ്ടവർ, അവരുടെ ജോലിയും അവരുടെ പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് അവർ പഴയ വഴിയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. എന്നാൽ എമ്മോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരോട് കൂടെ യേശു നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, യേശു അവരോട് കൂടെ നടന്നു, യേശു അവരോടുകൂടെ സംസാരിക്കുന്നു. അവർ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ യേശുവിനെയും അവർ ആ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ അവിടെ അപ്പം കഴിച്ചു. അവരുടെ കണ്ണുകൾ, നിരോധിക്കപ്പെട്ട കണ്ണ് തുറക്കപ്പെട്ടു. അപ്പോൾ ദൈവമാണെന്ന് കണ്ടു എന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നീട് പറയുന്ന ഒരു കാര്യം, തിരുവെഴുത്തുകളെ അവൻ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നവർ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, യേശുവിനോട് കൂടെ നടന്നു കഴിയുമ്പോഴും അതേപോലെ തന്നെ തിരുവെഴുത്ത് കേൾക്കുമ്പോഴും അവിടെ അകത്തൊരു കത്തലുണ്ടായി എന്നുള്ളതാണ്. നിരാശയിൽ ഹൃദയം തണുത്തിരുന്ന അവസ്ഥയിൽ, അതേപോലെ തന്നെ ജീവിതമെല്ലാം വളരെയധികം വെറുത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തിരുവചനം അവരുടെ ഉള്ളത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിരാശ മാറി ഹൃദയത്തിൽ ചൂടുപിടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കയ്പുകൾ, ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിരിച്ചടികൾ, ജീവിതത്തിലുണ്ടായ എല്ലാ തരത്തിലുള്ള സെറ്റ് ബാക്കുകളുടെയും പിന്നിൽ നാം വളരെ നിരാശപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ വിട്ടു പോകുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തിരുവചനം നമ്മുടെ തണുപ്പിനെ മാറ്റുവാനും നമ്മളെ ഉത്സാഹിപ്പിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. തിരുവചനം അവിടെ ഉള്ളത്തിൽ കത്തി കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതം മാറി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കൂ, അവിടെ ജീവിതം മാറിയിട്ട് അവർ തിരിച്ച് യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ ഡയറക്ഷൻ മാറി, അവിടെ ചിന്തകൾ മാറി, അവിടെ സാഹചര്യങ്ങൾ മാറി, അവിടെ മനോഭാവം മാറി, അവർ തിരിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ്? യേശു അവരോട് തിരുവചനം പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളത്തിൽ തീ കത്തി എന്നുള്ളതാണ്. ഒരു മിഷണറിയോട് ഒരാളിങ്ങനെ ചോദിച്ചു, നിങ്ങൾ മിഷണറി ഫീൽഡിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മിഷണറി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഞങ്ങൾ പുറത്തു നിന്നുള്ള എതിർപ്പുകളല്ല, ഞങ്ങൾ തിരുവചനം പ്രസംഗിക്കുന്നതിന് എതിരെ വരുന്ന ഒപ്പോസിഷൻ അല്ല ഞങ്ങൾക്കുണ്ടാകുന്ന, സാമ്പത്തിക ദാരിദ്ര്യമല്ല, അങ്ങനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള ആ കുറവുകളോ പ്രശ്നങ്ങളല്ല ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മീയമായി ജനം തണുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സഭകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്ക് കീബോർഡ് ഇല്ലാത്തതല്ല, ഹോളുകളില്ലാത്തതല്ല, നമുക്ക് വർഷിപ്പ് ലീഡേഴ്സ് ഇല്ലാത്തതല്ല, പ്രാസംഗികരില്ലാത്തതല്ല, കുടുംബങ്ങളില്ലാത്തതല്ല, അങ്ങനെയുള്ള പുറമേയുള്ള ഫെസിലിറ്റികളില്ലാത്തതല്ല. നമ്മുടെ സഭകളിലുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തു നിന്ന് ആ തീഷ്ണത നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മുടെ അകത്തു നിന്ന് തീ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്.
എന്നാൽ തിരുവചനം കേട്ടപ്പോൾ അവരുടെ ഉള്ളം കത്തി, അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്ന് അവർ യെരുശലേമിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവവചനത്തിലൂടെ അകത്തുണ്ടാകുന്ന മാറ്റമാണ്. നമ്മുടെ ഉള്ളത്തിൽ തിരുവചനം നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മുടെ അകത്തൊരു തീ കത്തുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറും. ഇന്നത്തെ നമ്മുടെ മന്ദീഭവിച്ച അവസ്ഥകൾ മാറും. നാം തിരിച്ച് ദൈവത്തിങ്കിലേക്കും തിരുവചനത്തിലേക്കും വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശു അവരോടുകൂടെ പോയി തിരുവചനം അവരുടെ ഉള്ളത്തിൽ കയറി അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അത്ഭുതമായി അവിടെ തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 39:3 അവിടെ ഒരു ധ്യാനം നമുക്ക് കാണാൻ കഴിയുന്നു. അത് ദാവീദിൻ്റെ ധ്യാനമാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോഴെന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ നാവെടുത്ത് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നാവെടുത്ത് സംസാരിക്കുവാൻ പ്രാപ്തനാക്കിയത് എന്താണ്? വചനത്തിലുള്ള ധ്യാനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനവും ദൈവത്തോടുള്ള ആഴത്തുള്ള പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കാനിടയാകും. ഹൃദയത്തിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ രീതിയിൽ നിൽക്കാനൊക്കത്തില്ല. നമ്മുടെ നാവ് പൂട്ടിക്കൊണ്ട് നമ്മുടെ വായ് പൂട്ടിക്കൊണ്ട് നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ആരാധന സ്ഥലങ്ങളിൽ നമുക്ക് സൈലൻ്റായിട്ട് നിൽക്കാനൊക്കത്തില്ല. പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ നമുക്ക് സൈലൻ്റായിട്ട് നിൽക്കാനൊക്കത്തില്ല. മിഷൻ ഫീൽഡിൽ നമുക്ക് സൈലൻ്റായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഹൃദയത്തിന് ചൂട് പിടിച്ചാൽ, ധ്യാനത്തിങ്കൽ തീ കത്തിയാൽ നാവെടുത്ത് സംസാരിക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചിലർ വളരെ ശക്തമായി ദൈവത്തെ സ്തുതിക്കുന്നത്, ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ അകത്ത് വരുന്ന ഒരു മാറ്റമാണ്. അവരുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നതാണ്. നമ്മുടെ ഉള്ളത്തിൽ തീ കത്തിയാൽ നമ്മുടെ നാവ് അയ്യാൻ തുടങ്ങും. നമ്മുടെ ഉള്ളത്തിൽ തീ കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനിടയായിത്തീരും. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിൽ ചൂട് പിടിച്ചപ്പോൾ, ധ്യാനത്തിങ്കൽ തീ കത്തിയപ്പോൾ നാവെടുത്ത് സംസാരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നാവെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ലയോ? നിങ്ങൾക്ക് വേണ്ടതുപോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലയോ? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അകത്ത് ഇല്ലാത്തൊരു ചൂട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തരും. അപ്പോൾ നമ്മുടെ ധ്യാനത്തിങ്കൽ, നമ്മുടെ പ്രാർത്ഥനയിൽ തീ കത്തുകയും ശക്തമായി ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് ലഭ്യമാകുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ധ്യാനത്തോട് പ്രാർത്ഥനയോടുകൂടെ ഇരുന്നപ്പോൾ ധ്യാനത്തിങ്കൽ തീ കത്തി നാവെടുത്ത് സംസാരിപ്പാൻ ദൈവം പ്രാപ്തരാക്കി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ സംസാരിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ദൈവം അവർക്ക് കൃപ നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യിരെമ്യാ പ്രവചനം 20:9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ യിരെമ്യാ പ്രവചനം ഉണ്ടാകുന്ന ഒരു വലിയ പ്രയാസത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 20:9. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഇവിടെ നോക്കുക, ഞാൻ അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ അസ്ഥികളിൽ അത് അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തെ തീ കത്തുന്ന പോലെ ഇരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ യിരെമ്യാവ് കടന്നുപോയ വലിയ മാനസിക പ്രയാസങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പശൂർ പുരോഹിതൻ തന്നെ പിടിച്ചു, അടിച്ചു, അങ്ങനെ വളരെ മാനസികമായ പ്രയാസത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ താൻ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് യിരെമ്യാവ് തീരുമാനിച്ചു, ഇനി ഈ പുസ്തകം ഞാനിനി മടക്കി വെക്കുകയാണ്. ഇനി ഞാൻ പ്രവചനം എടുക്കുന്നില്ല, ഇനി ഞാൻ ദൈവവചനം പറയുന്നില്ല, നീ അവൻ്റെ നാമത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടും എന്നാൽ ദൈവത്തിൻ്റെ വചനം അസ്ഥികളിനകത്ത് അടയ്ക്കപ്പെട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യുക? ഇവിടെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരുവചനം അകത്ത് കയറി കഴിഞ്ഞാൽ നാം സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഈ പ്രവൃത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും അകത്ത് തീ കത്തിക്കഴിയുമ്പോൾ നമ്മിൽ വലിയ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകൻ അവൻ്റെ നാമത്തിൽ പ്രവചിക്കത്തില്ലെന്നും അവൻ്റെ നാമത്തിൽ ഈ വചനം ഇനി സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അകത്ത് എന്ത് ചെയ്യുകയാണ്? തീ കത്തുകയാണ്. അസ്ഥികളുടെ അകത്ത് അടയ്ക്കപ്പെട്ടിട്ട് ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ട് അവന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ദൈവവചനം നമ്മുടെ അകത്ത് തീ കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം സംസാരിക്കത്തില്ല എന്ന് വിചാരിച്ചാലും സംസാരിക്കും. ദൈവവചനം നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിപ്പാൻ സഹായിക്കുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാൻ കഴിയാതെ വരില്ല. നമ്മുടെ നാവിൽ നിരന്തരം സ്തുതികളും പ്രാർത്ഥന
പ്രാർത്ഥനകളും വരുമെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആദിമസഭയിലെ നമുക്കറിയാം ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ ക്രൂശീകരണവും യേശുവിൻ്റെ അടക്കം കഴിഞ്ഞ് അവരെല്ലാം ചിതറിപ്പോയി. അവരെല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. ചിലർ അവരുടെ പഴയ വഴികളിലേക്കൊക്കെ പോയി. അവരെല്ലാം നിരാശരാണ്. അവരെല്ലാം ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ പ്രതീക്ഷകളെല്ലാം പോയി. അവരിന് സമൂഹത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ അകത്തേക്ക് പെന്തക്കോസ് നമ്മൾ നോക്കൂ. പെന്തക്കോസിൽ അവർ ഒരുമിച്ച് കൂടി. അവർ ഒരുമിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ രൂപം മാറി, അവരുടെ രീതി മാറി, അവരുടെ സംസാരം മാറി. അവർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ പറയാൻ തുടങ്ങി. 4 പേർ കൂടിയിരുന്നിടത്ത് 4 വാക്ക് പോലും പറയാൻ കഴിയാത്ത പത്രോസ് ഇവിടെ പെന്തക്കോസ് ദിവസത്തിൽ 3000-നെ അഭിസംബോധന ചെയ്ത് 1000-ങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ശുശ്രൂഷിക്കുമ്പോൾ 3000 പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് ചേരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഒരു ബലഹീനനായ ഈ പത്രോസിനെ നമ്മൾ നോക്കാം. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുകയും പ്രാവുകയും ചെയ്തപ്പോൾ പത്രോസ് തൻ്റെ ജീവിതത്തിൽ ഒരു കരിന്തിരി കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആത്മസാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ തീയും അവൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ അവൻ ആളിക്കത്തുന്ന ഒരു തീപ്പന്തമായി മാറി. കരിന്തിരി കത്തി ഒരാളെ മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനവും അകത്ത് വ്യാപരിക്കുന്ന തീയും എന്നുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് കരിന്തിരി കത്തുകയായിരിക്കാം. ഒരുപക്ഷെ ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് നിരാശപ്പെട്ടുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാചകനെ പോലെ നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം, നമ്മുടെ അകത്ത് തീ എത്താൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം മാറുമെന്നുള്ളതാണ്. ഇനി അവർ വലിയ ശക്തിയുള്ള പ്രവാചകന്മാരായി ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലോ സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ വ്യക്തിയുടെ നിഴലാണ്. എന്നാൽ പത്രോസിൻ്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ പോലും സൗഖ്യമാക്കുന്നു. ഒരു വ്യക്തിയുടെ ഏറ്റവും ബലഹീനമായ ഒന്നാണ് നിഴലെങ്കിൽ ആ നിഴലിലൂടെയും ദൈവം പ്രവർത്തിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെയും നിങ്ങളുടെയും അകത്ത് തീ എത്താൻ തുടങ്ങിയാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും. ഇവിടെ ശിഷ്യന്മാരുടെ അകത്ത് തീ എത്താൻ തുടങ്ങി. അവരുടെ ജീവിതം മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന തീ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ്. തീ നമ്മുടെ സഭയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ്. തീ നമ്മുടെ അകത്തേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ സമൂഹം മുഴുവൻ മാറുമെന്നുള്ളതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. 1000-ങ്ങൾ ദൈവസഭയിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ആത്മാക്കളെ കൊണ്ട് സഭകൾ നിറയാൻ തുടങ്ങും. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ തീയിലേക്കുള്ള മടങ്ങി വരവാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്ന വചനത്തിലേക്കുള്ള മടങ്ങി വരവാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തീ ആരംഭിക്കുന്നത് ചുമ്മാതെ ഇരിക്കുമ്പോഴല്ല, അവർ ധ്യാനിച്ച് തുടങ്ങുമ്പോഴാണ് തീ ആരംഭിക്കുന്നത്. ധ്യാനത്തിങ്കൽ തീ കത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീ വെറുതെ വരില്ല, നാം ധ്യാനത്തോടിരിക്കണം. നമ്മുടെ അകത്ത് തീ വ്യാപരിക്കുമെന്നുള്ളതാണ്. ലോകം തീയിലിടുമ്പോൾ നമുക്കറിയാം, തീ അതിനെ പിടിക്കുമ്പോൾ അതിൻ്റെ കളറ് മാറുക എന്നുള്ളതാണ്. കളറ് മാറാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ തീ അതിൽ വ്യാപരിക്കുമ്പോൾ കളറ് മാറുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ അകത്തൊരു തീ വ്യാപരിക്കുമ്പോൾ നമ്മുടെ കളറും വ്യത്യാസം വരും, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വിവരണങ്ങളൊന്നും നമുക്ക് വേണ്ട. ദൈവം ഇതിലൂടെ ദൈവത്തിൻ്റെ ആഴങ്ങളെ ഇവിടെ ദൈവം തുറന്നു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അതിനെ കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ വചനം അവർക്ക് ദൈവം എറിഞ്ഞു കൊടുക്കുകയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വചനത്തിൻ്റെ വാതിലുകളെ അവർ തുറന്നു കൊടുക്കുകയാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ധ്യാനത്തിൻ്റെ അകത്താണ്. തിരുവചന ധ്യാനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആഴങ്ങളെ, ദൈവീയ വെളിപ്പാടുകളെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നിൽക്കുകയാണെങ്കിൽ ദൈവം വചനം എറിഞ്ഞു തരികയല്ല നമ്മുടെ മുമ്പിലേക്ക്, മറിച്ച് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായ അവസ്ഥയിലേക്ക് ദൈവം നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആയതിനാൽ നിങ്ങളുടെ ഹൃദയം തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഓടി നടക്കേണ്ടത് കാര്യമില്ല. അവിടേക്ക് പോകണ്ട, ഇവിടേക്ക് പോകണ്ട, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണ്ട. നിങ്ങൾ ഒരു സ്ഥലത്ത് ധ്യാനത്തിനായിരിക്കുക, ദൈവവചനത്തിന് മുമ്പാകിരിക്കുക, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ അകത്ത് തീ വരുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീ അകത്ത് കത്താൻ തുടങ്ങുമ്പോൾ നാവ് അയയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പെന്തക്കോസ്ത് ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവരാരും ആഗ്രഹിച്ച നിലവാരത്തിലല്ല. അവർ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അനേവധി പേര് ഓടി വരുവാൻ തുടങ്ങി. കാരണം എന്താണ്? അകത്ത് തീ വ്യാപരിച്ചപ്പോൾ നാവിൻ്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങി. അവർ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ അകത്ത് തീ വ്യാപരിക്കുമ്പോൾ നാവിൻ്റെ കെട്ടുകൾ അഴിക്കും. നമ്മുടെ സഭകളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാ വ്യക്തികൾ ചിലപ്പോൾ കൈ കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ആരാധിക്കാൻ കഴിയാതെയോ നാവ് തുറക്കാതെയോ ഒക്കെ ഇരിക്കുന്ന പലരും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ തീ അവിടെ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അവിടെ നാവ് അയയാൻ തുടങ്ങും. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് ആദിമസഭയിൽ അത് സംഭവിച്ചത്. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ നമ്മുടെ നാവ് അയയുവാനിടയായിത്തീരും. അത് മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമെന്നുള്ളതാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ
പല കാരണങ്ങൾ കൊണ്ടും പലതും ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ അകത്ത് തീ കത്തുന്നില്ലെങ്കിൽ നിങ്ങൾ തണുത്തുറഞ്ഞ ഒരവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ വിവിധ തരത്തിലുള്ള ശുശ്രൂഷയിലായിരിക്കാം. ഒരുപക്ഷെ പാസ്റ്റർ ശുശ്രൂഷയിലാകണമെന്നില്ല, ഒരു വർഷിപ്പ് ലീഡറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്തം വഹിക്കുന്നവരായിരിക്കാം, സൺഡേ സ്കൂൾ അധ്യാപകരായിരിക്കാം, മറ്റേതെങ്കിലും എൽഡേഴ്സ് ആയിരിക്കാം, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ദൈവത്തിനോട് നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ അകത്ത് തീയില്ലെങ്കിൽ നമ്മൾ തണുത്തുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ തണുപ്പിൻ്റെ അവസ്ഥകൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരു തീയായി തീരാൻ കഴിയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുന്ന ഒരു തീയായി, പ്രകാശം പരത്തുന്നവരായി, ദൈവത്തിൻ്റെ പ്രകാശമായി തീരുവാനല്ല, തണുത്തുറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള വിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലസ്യമൊക്കെ മറന്നുകൊണ്ട്, തണുത്തുറഞ്ഞ അവസ്ഥകളൊക്കെ നാം മറന്നുകൊണ്ട് ആത്മാവിൻ്റെ തീയിൽ എഴുന്നേൽക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.